പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ പോളോ ഫോൾസ് തുടങ്ങാൻ പോകുന്നു. ഹരിയാനയിലെയും വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 61% എന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റഡ് പോളിംഗ് ശതമാനം കൂടി വരുമ്പോൾ ഒരുപക്ഷെ 65% ഉയരും എന്ന് പറഞ്ഞാൽ താരതമ്യേന മെച്ചപ്പെട്ട സാമാന്യം നല്ല പോളിംഗ് ശതമാനം ഹരിയാനയിൽ സംഭവിക്കുന്നു. ജമ്മു കാശ്മീരിൽ നേരത്തെ അത് പൂർത്തിയായി. അവിടെയും 10 വർഷത്തിന് ശേഷം ഉണ്ടായ ജനാധിപത്യ പ്രക്രിയയെ ജനം നല്ല രീതിയിൽ പ്രതികരിച്ച കാഴ്ച അവിടെ കണ്ടു. അല്പസമയത്തിനകം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. ഹരിയാനയിൽ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ BJPക്ക് കെൽപ്പുണ്ടോ? ആ BJPയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ അവിടെ ഹൂഡയ്ക്കും കോൺഗ്രസിനും കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ജമ്മു കാശ്മീരിലെ നീണ്ട 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപനത്തിൽ BJPക്കാണോ കോൺഗ്രസ് NC സഖ്യത്തിനാണോ നേട്ടം, അല്ലെങ്കിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിനാണോ നേട്ടം എന്നുള്ള സുപ്രധാന ചോദ്യം അവിടെ കാശ്മീരിൽ ഉയരുന്നു. എന്തായാലും ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾക്കൊന്നും ഇടയില്ലാത്ത ചെറിയ 2 സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ 90, ഹരിയാനയിൽ 90 സീറ്റുകൾ. അപ്പോൾ ചെറിയ 2 സംസ്ഥാനങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 വന്നു തുടങ്ങുന്നുണ്ട്. എക്സിറ്റ് പോൾ വിജയകുമാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഹരിയാനയിലെ ആദ്യത്തെ ഫലസൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് 55 മുതൽ 62 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുന്നു. BJPയുടെ ഭരണ തുടർച്ചയെന്ന മോഹം തല്ലിക്കെടുത്തുന്നതാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ. 55 മുതൽ 62 വരെ സീറ്റുകളിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. 18 മുതൽ 24 എന്ന നിലയിലേക്ക് BJPയുടെ സീറ്റ് നില കുറയുന്നു എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 18, 24 BJP, 55, 62 കോൺഗ്രസ്, INLD 3 മുതൽ 6 വരെ, JJP 0, 3, മറ്റുള്ളവർ 5, അങ്ങനെയാണ് കണക്ക്. അതായത് ആദ്യത്തെ എക്സിറ്റ് പോൾ ഫലസൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് ഹരിയാനയിൽ ഭരണത്തിലേക്ക് വരുന്നു എന്നതാണ് ആദ്യ കണക്കുകൾ. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആദ്യ കണക്കുകൾ വരുന്നത്. എന്തായാലും മാട്രിക്സിന്റെ സീറ്റ് പ്രൊജക്ഷൻ ആണ് ആദ്യം വരുന്ന. ഹരിയാനയിലെ മാട്രിക്സിന്റെ സീറ്റ് പ്രൊജക്ഷൻ ആണ്. ഈ പറയുന്ന രീതിയിൽ ജാതി വോട്ടുകൾ ഒരുപക്ഷെ ഭിന്നിച്ചു പോയേക്കാം. BJPക്ക് അനുകൂലമായി അത് ഭിന്നിച്ചു പോയേക്കാം. JJPയുടെയും INLഡിലൊക്കെ സ്വാധീനം BJPക്ക് ഒരുപക്ഷെ സഹായിച്ചേക്കാം. ഈ പറഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ ഈ വോട്ടുകൾ കട്ട് ചെയ്തു പോകുന്ന സഹായിച്ചേക്കാം എന്ന പ്രതീക്ഷ BJP ക്യാമ്പിനുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല. മാട്രിക്സിന്റെ പ്രൊജക്ട് പ്രകാരം BJP 18 മുതൽ 24 സീറ്റിലേക്ക് ഇടിയുന്നു, 25 സീറ്റിലേക്ക് താഴേക്ക് താഴുന്നു. കോൺഗ്രസ് ആവട്ടെ വലിയ മുൻതൂക്കം 55 മുതൽ 62 സീറ്റിലേക്ക് ഉയരുന്നു. INLD 3 മുതൽ 6 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. JJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് വാങ്ങിക്കൊണ്ട് കിങ് മേക്കറായ JJP BJPക്കും അന്ന് JJP പ്രതിപക്ഷത്ത് നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് BJPക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം BJPയുമായി ചേർന്ന JJP 0 മുതൽ 3 സീറ്റുകൾ താഴ്ന്നു. ആം ആദ്മി പാർട്ടി അടക്കമുള്ളവരാണ് മറ്റുള്ളവർ. അത് 2 മുതൽ 5 സീറ്റ്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ചെറിയ സ്വാധീനം ഒഴിച്ചു നിർത്തിയാൽ ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ ഇപ്പോൾ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഭൂപീന്ദ്ര ഹൂഡയ്ക്ക് പൂർണ്ണമായി സർവാധികാരം കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. ഭൂപീന്ദ്ര ഹൂഡയും മകനും തന്നെയാണ് അത് നയിച്ചത്. കാര്യമായ രീതിയിൽ ഏതെങ്കിലും ഇന്റേണൽ റിഫ്റ്റ് അവിടെ കുമാരി ഷെൽജ ഒരു ചെറിയ പ്രശ്നമാക്കി ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ തവണത്തെ പോലെ, അല്ലെങ്കിൽ അവിടെ രഞ്ജിത് സിംഗ് സുർജേവാല പോയി മത്സരിച്ച സമയത്തൊക്കെ ഉണ്ടായ പോലെയുള്ള ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇന്റേണൽ റിഫ്റ്റിന്റെ രൂക്ഷമായ ഒരു വകഭേദം ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റിസൾട്ട് അതുപോലെ തന്നെ വരുന്നു. BJP മാട്രിക്സ് സർവേയിൽ BJP 25 താഴേക്ക് 18 മുതൽ 24ലേക്ക് ഒതുങ്ങുന്നു. കോൺഗ്രസ് 50 മുകളിലേക്ക് 55 മുതൽ 62 സീറ്റ് വരെ. INLD 3, 6, JJP 3, മറ്റുള്ളത് മറ്റ് എക്സിറ്റ് പോളുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും വിജയകുമാർ, അവിടെ 3ാം തവണയും അധികാരത്തിലേക്ക് എത്തുക എന്ന അസാധാരണത്വം, അല്ലെങ്കിൽ അവിടെ ഹരിയാനക്കാർ സഹായിക്കുമെന്ന് BJPയുടെ പ്രതീക്ഷ പൊലിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാട്രിക്സിന്റെ സീറ്റ് പൊസിഷൻ കാണുമ്പോൾ അല്ലേ? ജാതി സമവാക്യങ്ങൾ, അതായത് ജാട്ട് വിഭാഗം BJPയിൽ നിന്ന് ഏറെ അകന്നു. അതുപോലെ കർഷക സമരം, ഗുസ്തി പ്രക്ഷോഭം, ഇതൊക്കെ ആത്യന്തികമായി ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ ജാട്ട് വോട്ടുകൾ അകലുന്ന ഒഴിവാക്കാൻ ജനനായക് ജനതാ പാർട്ടി JJPയെ സഖ്യത്തിൽ നിന്ന് BJP തന്നെ മാറ്റി അവർ സ്വതന്ത്രമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. INLD അവരൊറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യം ചേരാതെ മാറി നിൽക്കുന്നു. പഞ്ചാബിന്റെ അതിർത്തി പങ്കിടുന്ന ഹരിയാനയിലെ ഒരു 10-12 മണ്ഡലങ്ങളിൽ അവർക്ക് കുറച്ച് സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു. അതൊക്കെ ഈ ജാതി വോട്ടുകളെ ഭിന്നിപ്പിക്കും, അതായത് BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കും എന്നൊരു ചെറിയ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. മനോഹർലാൽ ഖട്ടാറിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് സൈനിയെ ഇവിടെ സംസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോഴും ഏതാണ്ട് 50 ദിവസം മാത്രമാണ് ആ ഒരു പുതിയ മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. അപ്പോൾ ആ മുഖം നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം
ആ ഒരു 50 ദിവസമോ 2 മാസം കൊണ്ടോ കിട്ടുമായിരുന്നില്ല. സ്വാഭാവികമായും അത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതിനെ അതിജീവിക്കാൻ ഈ ജാതി സമവാക്യങ്ങൾ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നതാണ് കണക്ക്. കോൺഗ്രസിന് ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയാവുന്ന തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹൂഡയെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ആദ്യ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ കണക്കുകൾ വരാനിരിക്കുന്ന, കൂടുതൽ എക്സിറ്റ് പോളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളുടെ ഒരുപക്ഷെ കനത്ത പരാജയത്തിന് ശേഷം അധികം ഏജൻസികൾ അങ്ങനെ പ്രധാനപ്പെട്ട ചാനലുകൾ ചേർന്ന് ഇപ്പോൾ എക്സിറ്റ് പോൾ നടത്തുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ ഉണ്ട്, പക്ഷേ അതൊരു റെഡ് മൈക്ക് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുമായി ചേർന്ന് ആക്സിസ് മൈ ഇന്ത്യ. എങ്കിൽ കൂടിയും അത്രയും ഇല്ലെങ്കിൽ കൂടിയും വരുന്ന ഏജൻസി കണക്കുകൾ പ്രകാരം കോൺഗ്രസ് ആണ് മുൻതൂക്കം. നേരത്തെ വിജയകുമാർ പറഞ്ഞ ജാട്ട് വോട്ടുകൾ ഏതാണ്ട് അത് BJP തന്നെ അവിടെ കണക്കുകൂട്ടിയതാണ്. ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി തന്നെ ജാട്ട് വോട്ടുകൾ അകന്നു പോകുന്നതിന് കാരണം അത് കർഷക പ്രക്ഷോഭമാണ്, ഈ പറയുന്ന സ്പോർട്സ് താരങ്ങളുടെ പ്രക്ഷോഭമാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, ഫോഗട്ടിന് അവിടെ കിട്ടിയ സ്വീകരണം കണ്ടു, അതിന് ഹൂഡയും കോൺഗ്രസും നേതൃത്വം നൽകുന്നത് കണ്ടു. അതൊക്കെ ജാട്ട് വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ BJPയിൽ നകറ്റി. ജാട്ട് വോട്ടുകൾ BJPക്ക് ഒരു കണ്ണുവച്ചിരുന്നില്ല. പകരം ബ്രാഹ്മണ OBC വോട്ടുകൾ ചേർത്തുകൊണ്ട് ജാട്ട് വോട്ടുകളെ അതിജീവിക്കാനുള്ള മാർഗമുണ്ടോ എന്ന് BJP തിരയുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആഞ്ഞു നോക്കി. ഏതാണ്ട് ജാട്ട് വോട്ടുകൾ പൂർണ്ണമായി മാറുകയും ബാക്കി വോട്ടുകൾ ജാട്ടിതര വോട്ടുകൾ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമമായിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുന്നു വേണം ഈ മാട്രിക്സിന്റെ സർവേ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല JJP എന്ന് പറയുന്ന ജനതായക് ജനതാ പാർട്ടി അത് പുതിയ പാർട്ടിയാണ്, ചൗട്ടാലയുടെ മകന്റെ പുതിയ പാർട്ടിയാണ്. ആ പുതിയ പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിപക്ഷത്തിൽ ഉണ്ടാക്കിയാണ്. ഒരുപക്ഷെ ആം ആദ്മി പോലെ തന്നെ പുതിയൊരു പാർട്ടി അവിടെ വന്ന് ആ പാർട്ടി ആ സമയത്ത് അത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അത് പ്രതിപക്ഷത്ത് നിന്ന് BJP അതിശക്തമായി വെല്ലുവിളിച്ച് വിമർശിച്ച് അവർ 10 സീറ്റുകൾ നേടി. പക്ഷേ പ്രതിപക്ഷത്തിരുന്ന JJP തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും BJP ആരെ വിമർശിച്ചു അവരുടെ ക്യാമ്പിലേക്ക് തിരികെ പോകുന്ന കാഴ്ച ഹരിയാനക്കാർ കണ്ടു. അതിനൊരു പക്ഷേ JJPക്ക് കിട്ടുന്ന കടുത്ത ശിക്ഷ 10-ൽ നിന്ന് ഒരുപക്ഷെ വട്ടപ്പൂജ്യം മുതൽ 3 സീറ്റിലേക്ക് JJP ജനതായക് ജനതാ പാർട്ടി താഴ്ന്നു എന്നുള്ളതാണ് ഈ കാണാൻ കഴിയുന്നത്. INLD സഖ്യം ചേർന്നത് BSPയുമായാണ്. INLD BSP സഖ്യത്തിനും കാര്യമായ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ INLD BSP എന്നൊക്കെ പറയുന്നത് അവിടുത്തെ അതിസങ്കീർണമായ ജാതി സമവാക്യങ്ങളിൽ ഏതോ തരത്തിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സഖ്യമാണെന്ന് വിലയിരുത്തപ്പെട്ടു. പക്ഷേ INLD BSP സഖ്യത്തിന് 3 മുതൽ 6 സീറ്റുകൾ വരെ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മാത്രമല്ല JJP അവിടെ കൂട്ടുചേർന്ന ആസാദി പാർട്ടിയാണ്, ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയുമായാണ് അവിടെ JJP കൂട്ടുചേർന്നത്. പക്ഷേ ആസാദിനോ അല്ലെങ്കിൽ ജനനായക് ജനതാ പാർട്ടിക്കോ കാര്യമായ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാട്രിക്സ് സർവേ പ്രകാരം BJP 18 മുതൽ 24 സീറ്റ് വരെ താഴേക്കിടിയുന്നു. ജമ്മു കാശ്മീരിന്റെ റിസൾട്ട് കൂടി ഇപ്പോൾ മാട്രിക്സിന്റെ അല്പസമയത്തിനും ജമ്മു കാശ്മീർ വരും. എന്തായാലും മാട്രിക്സിന്റെ റിസൾട്ടിൽ തന്നെ ആകെ ഒരു മാട്രിക്സിന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അതിൽ എക്സ്പെർട്ടോമീറ്റർ എന്ന് പറയുന്ന അത് ന്യൂസെക്സിന്റെ എന്തോ ഒരു റിസൾട്ട് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 59 പറയുന്നത്, BJPക്ക് 21 ജനതായക് ജനതാ പാർട്ടിക്ക് 2, INLDക്ക് 4 സീറ്റുകൾ, 0 മുതൽ 4 സീറ്റുകൾ പറയുന്നുണ്ട്. അവിടെയും കോൺഗ്രസിന്റെ ഒരു ആധിപത്യമാണ് നമ്മൾ കാണുന്നത്. അതായത് 2 എക്സിറ്റ് പോളുകൾ വന്നതിൽ 2 കോൺഗ്രസ് 55-നും 65-നും ഇടയിൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരും എന്നത് തന്നെയാണ്. അതായത് സൂചനകളാണത്. BJP 20-നും 30-നും ഇടയിലായിരിക്കും BJPയുടെ സീറ്റുകൾ എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന 2 പ്രധാനപ്പെട്ട സർവേകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കണക്കുകൾ, അതായത് ഒരു ജനറൽ ട്രെൻഡ് ഇപ്പോൾ ഹരിയാനയിൽ പോവുകയും ഹരിയാനയിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത മാധ്യമപ്രവർത്തകരൊക്കെ നൽകിയ ആ ഒരു ട്രെൻഡുമായി ചേർന്ന് വെക്കുന്നതാണ്. നമ്മൾ അപ്പോഴും ഓർക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എക്സിറ്റ് പോൾ ഏജൻസികളോട് വലിയ ചോദ്യങ്ങൾ, വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ട് അതിന്റെ കാര്യക്ഷമതയെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഒരു ഫലസൂചന എന്ന നിലയിൽ നമുക്ക് പറയാവുന്നത് ഏതാണ്ട് 50-നും 60-നും ഇടയിൽ സീറ്റുകൾ കോൺഗ്രസിന് നേടാം. ഒരു 20-നും 30-നും ഇടയിലായിരിക്കും BJPയുടെ സീറ്റ് നില. ഇതാണ് ഹരിയാനയിൽ ഇതുവരെ വന്ന 2 എക്സിറ്റ് പോളിന്റെയും ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ അടക്കമുള്ള ഏജൻസികളുടെ കണക്കുകൾ വരാനുണ്ട്. ആറ്റക്കിന്റെ റിസൾട്ട് കൂടി വരുന്നത് 11 മുതൽ ഇത് ജമ്മു കാശ്മീരാണോ അതോ ഹരിയാനയാണോ? ജമ്മു കാശ്മീരാണ്. അവിടെ NC കോൺഗ്രസ് സഖ്യത്തിന് 11 മുതൽ 15 വരെ, അവിടെ BJPക്ക് 27 മുതൽ 31 സീറ്റ് വരെ എന്ന് ആറ്റക്കിന്റെ സർവേ പറയുന്നത്. അവിടെ ജമ്മു കാശ്മീരിൽ BJP നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. NC നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് 11 മുതൽ 15 സീറ്റുകൾ വരെ മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുന്നു. 27 മുതൽ 15 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് BJP ജമ്മു കാശ്മീരിന്റെ അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആറ്റക്കിന്റെ ഈ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. മറ്റ് പാർട്ടികൾ അവിടെ PDP അടക്കമുള്ള PDPക്ക് ഒരുപാട് ക്ഷയിച്ചു. അവിടെ PDPയിൽ ആളുകൾ പോവുകയും അപ്നി പാർട്ടി എന്ന പുതിയ പാർട്ടി ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രം PDPക്ക് നേടാൻ കഴിയുന്നു. മറ്റുള്ളവർ 1.
ഈ പറയുന്ന ആറ്റക്കിൻ്റെ സർവേ, ആറ്റക്കിൻ്റെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യ സർവേ അതുമാത്രമാണ്. ജമ്മു കാശ്മീരിൻ്റെ ഗുലിസ്ഥാൻ ന്യൂ സീറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം വരുന്നു. അത് അവിടെയും BJP 28 മുതൽ 30 സീറ്റ് വരെ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ അത് സർവേ ആണോ സീറ്റ് പ്രൊജക്ഷൻ മാത്രമാണോ എന്നറിയില്ല. എന്തായാലും ഗുലിസ്ഥാൻ ന്യൂ സീറ്റ് പ്രൊജക്ഷൻ പറഞ്ഞ് 28 മുതൽ 30 സീറ്റ് വരെ BJP അവിടെ കിട്ടുന്നു. കോൺഗ്രസിന് 3 മുതൽ 6 സീറ്റ് വരെ, NC സഖ്യത്തിന് 28 മുതൽ 30 വരെ എന്ന് പറഞ്ഞാൽ ആ സീറ്റ് പ്രൊജക്ഷൻ പ്രകാരം ഇഞ്ചോടിഞ്ച് കട്ടയാണ് ജമ്മു കാശ്മീരിൽ. NC കോൺഗ്രസ് സഖ്യമായിരുന്നു. NC കോൺഗ്രസ് സഖ്യത്തിന് എല്ലാം കൂടെ ചേർത്ത് എന്താണ് 10, 36 അല്ലെങ്കിൽ 33, 36 വരെ സീറ്റുകൾ കിട്ടുന്നു. 28 മുതൽ 30 സീറ്റ് വരെ അവിടെ ഈ പറഞ്ഞ ഗുലിസ്ഥാൻ സീറ്റ് പ്രൊജക്ഷൻ പ്രകാരം ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ചാണ്. ഹരിയാന പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. BJP 25 മുതലാണ് BJPയുടെ സീറ്റ്. കോൺഗ്രസിന് ഏതാണ്ട് ഒരു 40 സീറ്റിന് മുകളിലാണ്. അല്പസമയത്തിനകം നമുക്ക് ആ റിസൾട്ട് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു വിവരം, അതായത് ഇത് ഇന്ത്യ ടുഡേ ആണ്, സി വോട്ടറാണ് ഇത്തവണ ഇന്ത്യ ടുഡേക്ക് വേണ്ടി സർവേ നടത്തുന്നത്. സാധാരണ ഇന്ത്യ ടുഡേ മൈ ഇന്ത്യ ആക്സസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടത്. കഴിഞ്ഞ തവണ മൈ ഇന്ത്യ ആക്സസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് എന്ന വമ്പൻ പ്രൊഡക്ഷൻ നടത്തി പൊളിഞ്ഞു പോയ ഒരു അവസ്ഥയുണ്ട്. അത് ഇത്തവണ സി വോട്ടറാണ്. അതിൽ ജമ്മു മേഖലയിൽ, അതായത് 43 സീറ്റാണ് ജമ്മു മേഖലയിൽ ഉള്ളത്. അതിൽ 27 മുതൽ 31 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം. 11 മുതൽ 15 സീറ്റുകൾ വരെ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് കിട്ടാം. PDPക്ക് 0 മുതൽ 2, മറ്റുള്ളവർക്ക് 1. അതായത് ജമ്മു കാശ്മീരിൽ നമുക്കറിയാം ജമ്മു മേഖലയാണ് BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ 43 സീറ്റ് ജമ്മു മേഖലയിലും, വാലിയിൽ 47, അങ്ങനെ 90 സീറ്റാണ് അവിടെ കാശ്മീരിലുള്ളത്. അതിൽ ജമ്മു മേഖലയിൽ BJPക്ക് അതിൻ്റെ സ്ട്രോങ് ഹോൾഡുകളിൽ സ്വാധീനമുണ്ട് എന്നതാണ് ഈ സി വോട്ടറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു ഹങ് അസംബ്ലി ആവാനുള്ള സാധ്യത ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നതുകൂടി ജമ്മുവിലെ റീജിയനിലെ കണക്കുകൾ വരുമ്പോൾ വ്യക്തമാവുന്നത്. ഇപ്പോൾ 30 സീറ്റ് BJP ക്രോസ് ചെയ്താൽ 15 സീറ്റ് വാലിയിൽ നിന്ന് BJPക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും അവിടെ ഒരു ഹങ് അസംബ്ലി ആയിരിക്കും. എഞ്ചിനീയർ റഷീദ്, നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയെ ജയിലിൽ കിടന്ന് മത്സരിച്ച് എഞ്ചിനീയർ റഷീദ് പരാജയപ്പെടുത്തിയതാണ്ട് 3 ലക്ഷത്തിനടുത്ത വോട്ടിനാണ്. രാജ്യം ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ റിസൾട്ട് ആയിരുന്നു അന്ന് ഒമർ അബ്ദുള്ളയുടെ റിസൾട്ട് കണ്ടത്. ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ കരുത്തനായ നേതാവിനെ ഏതാണ്ട് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച എഞ്ചിനീയർ റഷീദ് പരാജയപ്പെടുത്തിയാണ്. ഇത്തവണ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അവർ സംയുക്തമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അവർക്ക് പിന്നിൽ BJP ആണ് എന്ന് കോൺഗ്രസിന്റെയും PDPയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും ആരോപണങ്ങളുണ്ട്. അവർക്ക് ഫണ്ട് ചെയ്യുന്നത് BJP ആണെന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ജമ്മു മേഖലയിലെ കണക്കുകൾ BJPക്ക് ഏതാണ്ട് 31 സീറ്റുകൾ വരെ, 27 മുതൽ 31 സീറ്റുകൾ വരെ കിട്ടാമെന്ന് പറയുന്ന ഒരു കണക്ക് വരുന്നത്. ഏതായാലും ജമ്മു കാശ്മീരിലെ റിസൾട്ട് കുറച്ച് കൗതുകമുള്ളതാകുമെന്ന് തോന്നുന്നു. കൗണ്ടിംഗ് ഡേയിൽ അവിടെ കോൺഗ്രസിന് NC നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മാക്സിമം 15, കുറഞ്ഞത് 11 ആ മട്ടിലാണ്. BJPക്ക് കുറഞ്ഞത് 27, കൂടുതൽ 30. സി വോട്ട് സർവേയാണ് വിജയവർദ്ധ. അവിടെ 1-2 സീറ്റ് പ്രൊഡിക്ഷൻ കൂടി വരുന്നു. സീറ്റ് പ്രൊഡിക്ഷൻ പറയുന്നത് പക്ഷേ സി വോട്ടറിന്റെ സർവേ പറയുന്ന മട്ടിൽ BJPക്ക് ജമ്മുവിലാവട്ടെ വാലിയിലാവട്ടെ ഏകപക്ഷീയമായ ഒരു മുൻതൂക്കമല്ല. ഈ ഗുലിസ്ഥാൻ ന്യൂസ് സീറ്റ് പ്രൊജക്ഷൻ പറയുന്നത് BJPക്ക് 28 മുതൽ 30 സീറ്റുകൾ വരെയാണ്. NCക്ക് മാത്രം 28 മുതൽ 30 പറയുന്നുണ്ട്. കോൺഗ്രസിന് 3 മുതൽ 6 സഖ്യം അവിടെ പറയുന്നു. PDPക്ക് 5 മുതൽ 7 ആണ്, 8 മുതൽ 16. അപ്പോൾ എന്തായാലും ഹരിയാനയിലെ ഒരു ട്രെൻഡ് ഏകദേശം വ്യക്തമാവുന്നു. ഹരിയാനയിൽ ഇതിനപ്പുറം വലിയൊരു അട്ടിമറി പ്രവചിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സർവേകൾ ഇതിനോടകം പുറത്തു വരുന്നില്ല. ആക്സിസ് മൈ ഇന്ത്യ റെഡ് മേക്കിന്റെ സർവേക്ക് ഇനി പുറത്തു വരാനുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പൊളിഞ്ഞ് കാട്ടിക്കയറിയ സർവേ ആയിരുന്നു. എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. 400 പാർ എന്ന് പറഞ്ഞ കണക്കിനടുത്ത് ഒന്നിലധികം സർവേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എത്രത്തോളം അതിനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു കീഴ്വഴക്കവും ഒരു ആചാരവും ഒക്കെ ആയത് കാരണം ഈ എക്സിറ്റ് പോൾ നമ്മളങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ മുൻതൂക്കം തന്നെ കോൺഗ്രസിന് അവിടെയുണ്ട്. അവിടെ വലിയ 10 വർഷത്തിൽ നീണ്ടുന്ന ആന്റി ഇൻകുംബൻസി ഉണ്ട്. അവിടെ വലിയ കർഷക വിരുദ്ധ പ്രശ്നങ്ങളുണ്ട്. അവിടെ കായിക താരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ വിനേഷ് ഫോഗട്ട് അടക്കം ഉയർത്തിയ വലിയ പ്രശ്നങ്ങൾ, അവർക്ക് കിട്ടിയ വലിയ സ്വീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഹരിയാനയിലുണ്ട്. അതെല്ലാം BJPക്ക് ഒന്നടങ്കം എതിരാകുന്നു. മാത്രമല്ല ജാട്ട് വോട്ടുകൾ പൂർണ്ണമായി അകന്നു പോയത് ഹരിയാനയിലെ BJP ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് വ്യക്തമാകുന്നു ഈ പറയുന്ന എക്സിറ്റ് പോൾ സർവേകളിൽ. ജാട്ട് വോട്ടുകൾ പോകുന്നതിനെ മാനേജ് ചെയ്യാൻ, ജാട്ടുതര വോട്ടുകൾ സമാഹരിക്കാൻ, കേന്ദ്രീകരിക്കാൻ നടത്തിയ നീക്കങ്ങളൊക്കെ പാളുന്നു. JJPയെ പുറത്തിറക്കിക്കൊണ്ട് മത്സരിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് BJPയുടെ അറിവോടെയാണ് എന്ന ചില വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്തായാലും JJPക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇവിടെയും താഴെ ജമ്മു കാശ്മീരിൽ ഒരു സീറ്റ് പ്രൊജക്ഷൻ വരുന്നത് BJPക്ക് 25 മുതൽ 28 വരെ ഹിമാൻഷു ബാട്ട് പ്രൊഡിക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സർവേകൾക്ക് അപ്പുറം
അടക്കം സീറ്റ് പ്രൊജക്ഷൻസ് ഇക്കുറിച്ച് ആളുകൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. BJP 25 മുതൽ 28 വരെ എന്ന് പറയുന്നു. ഇവിടെ ന്യൂസെക്സിന്റെ സീറ്റ് പ്രൊജക്ഷൻ, അതിൽ NC കോൺഗ്രസ് സഖ്യത്തിന് 35 സീറ്റുകളാണ്. ജമ്മു കാശ്മീർ PDPക്ക് 5 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 3 മുതൽ 5. BJPക്ക് 25 മുതൽ 28 സീറ്റ് വരെ. ജമ്മു കാശ്മീരിലെ 90 സീറ്റുകളിൽ 25 മുതൽ 28 സീറ്റുകൾ BJPക്ക്. NC നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് 35 സീറ്റുകൾ നേടുമെന്ന് പറയുന്നു ന്യൂസെക്സിന്റെ പ്രഡിക്ഷൻ. ജമ്മു കാശ്മീർ PDP 5 സീറ്റ്. PDP ഏതാണ്ട് എല്ലാ സർവേകളിലും, ജമ്മു കാശ്മീരിൽ വരുന്ന എല്ലാ സർവേകളിലും PDP ഏതാണ്ട് അടിയുന്ന അടപടലം താഴെ വീഴുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. PDP ഒരു സമയത്ത് അവിടെ ഉഗ്രപ്രതാപമുള്ള പാർട്ടിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ മൂന്നാം ഘട്ടത്തിലെ ഏറ്റവും ഒടുവിലെ കാശ്മീരിലെ വോട്ടെടുപ്പ് നടന്ന 40 സീറ്റുകളിലൊക്കെ അതിശക്തമായ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു. ആ പോളിംഗ് ശതമാനം അനുകൂലമാകുന്നു PDPയുടെ ചില നേതാക്കളൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. PDP 5 സീറ്റുകൾ ഇവിടെ പറയുന്നു. ഇവിടെ PDP 2 സീറ്റുകൾ മാത്രമെന്ന് സി വോട്ടിന്റെ സർവേ പറയുന്നു. PDP 5 മുതൽ 7 സീറ്റ് വരെ എന്ന് ഗുലിസ്ഥാൻ ന്യൂസിൽ സീറ്റ് പ്രൊജക്ഷൻ പറയുന്നു. എന്തായാലും കാശ്മീരിലും ഒരുപക്ഷെ ഏകപക്ഷീയമായ ഒരു വിജയം ആരും വിജയിക്കുന്നില്ല. NC കോൺഗ്രസ് സഖ്യമാകട്ടെ BJP ആകട്ടെ ഏകപക്ഷീയമായ വിജയം ആർക്കും ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ വോട്ടെണ്ണൽ ദിവസം ജമ്മു കാശ്മീർ നമ്മളെ മുൾമുനയിൽ നിർത്താൻ പോകുന്നു എന്ന് വേണം എക്സിറ്റ് പോൾ സർവേകൾ സത്യമാണെങ്കിൽ അത് സത്യമാണ് എടുത്തു പറയാനുള്ള കാരണം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അതിൻ്റെ ക്രെഡിബിലിറ്റി വല്ലാതെ ഇല്ലാതായി പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ പറയുന്ന സൂചനകൾക്ക് അർത്ഥമുണ്ടെങ്കിൽ, വാസ്തവമാണെങ്കിൽ വോട്ടെണ്ണൽ ദിവസം ജമ്മു കാശ്മീർ നമ്മളെ മുൾമുനയിൽ നിർത്താൻ പോകുന്നു. ഈ അവിടെ ന്യൂസ് എക്സിൽ ഞാൻ നേരത്തെ കണ്ട ഒരു കണക്ക് BJP 42 മുതൽ 45 വരെ, കോൺഗ്രസ് 30 മുതൽ 35, മറ്റുള്ളവർക്ക് സീറ്റ് ഇല്ല എന്നൊരു ഹരിയാന കണക്ക് വരുന്നുണ്ട്. ഇതുവരെ വന്നതിൽ ഒരു കണക്കിലും BJP 30 ക്രോസ് ചെയ്തിരുന്നില്ല. ന്യൂസ് എക്സിന്റെ ഒരു കണക്ക് മാത്രമാണ് 42, 45, കോൺഗ്രസ് 30, 35 വരുന്നത്. അതിൽ എന്താണ് സംഭവിക്കുക അറിയില്ല. പക്ഷേ ഹരിയാനയിൽ ഇതുവരെ വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തികളുടെ പ്രൊഡിക്ഷനാണ്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓരോ വ്യക്തികളുടെ സീറ്റ് പ്രൊഡിക്ഷനാണ്. സുമിത് പീർ എന്നാൾ പറയുന്ന പ്രൊഡിക്ഷനാണ് ഈ പറയുന്ന 42 മുതൽ 45 വരെ എന്ന ഹരിയാനയിലെ BJPയുടെ കണക്ക്. കോൺഗ്രസിനോട് 30-35 പക്ഷേ അവിടെ JJPക്ക് ആവട്ടെ, ആം ആദ്മി പാർട്ടിക്ക് ആവട്ടെ, INLDക്ക് ആവട്ടെ ഒരു സീറ്റും അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും പ്രത്യേകത. കാര്യം ഇതൊക്കെ വേറെ മത്സരം. യഥാർത്ഥത്തിൽ വിജയകുമാർ അവിടെ ഹരിയാനയിൽ ഒരു ചതുഷ്കോണ മത്സരം പോലുമല്ല, 5 പഞ്ചകോണ മത്സരമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ BJP ഒരിടത്തുണ്ട്. അവിടെ ഈ സുമിത് പീറിന്റെ കശ്മീർ പ്രൊഡിക്ഷൻ 35+ ആണ്. BJP 25+ ആണ്. നാഷണൽ കോൺഗ്രസ് സഖ്യം. ജമ്മു കാശ്മീർ PDP 10+ ആണ്. മറ്റുള്ളവർക്ക് സീറ്റില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പൊളിഞ്ഞ് കാട്ടിൽ പോയതിനു ശേഷം ഈ എക്സിറ്റ് പോൾ ഏജൻസികൾ കുറച്ച് പിൻവലിയുകയും സ്ട്രാറ്റജികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായിരിക്കും പ്രഡിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കൗണ്ടിംഗ് ഡേ വരെയുള്ള ഒരു ആകാംക്ഷയുടെ ഒരു മറുപടി എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. ഇനി അതിന് മറുപടി ഉണ്ടോ എന്നത് ഒരുപക്ഷെ ഹരിയാന കശ്മീർ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഏജൻസികൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ നോക്കാം. ഒരു കാര്യം ഉറപ്പ്, ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയിലേക്ക് പോകുന്നു. ഹരിയാന ഏറെക്കുറെ കോൺഗ്രസിന് അനുകൂലമാകുന്നു. ഇതാണ് ഇതുവരെ വന്ന മുഴുവൻ ഫല സൂചനകളും വ്യക്തമാക്കുന്നത്. അതിൽ ഒറ്റപ്പെട്ട കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞുമുണ്ട്. എന്തായാലും ഹങ് അസംബ്ലിയിലേക്ക് സാധ്യത ജമ്മു കാശ്മീർ, ഹരിയാന കോൺഗ്രസിന് അനുകൂലമാകുന്നു. ഇതാണ് ഇതുവരെയുള്ള കണക്കുകൾ. ഇവിടെ വേറൊരു കണക്ക് വരുന്നത് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് NC സഖ്യം 46 മുതൽ 50 സീറ്റുകൾ വരെ നേടാമെന്ന് പറയുന്നു. BJP 23 മുതൽ 20, അത് പോൾ ഓഫ് ഫോൾസ് ആണ്. 46 മുതൽ 50 സീറ്റ് വരെ NC കോൺഗ്രസ് സഖ്യത്തിന്. BJPക്ക് അവിടെ 23 മുതൽ 27 സീറ്റുകൾ വരെ. PDPക്ക് 7 മുതൽ 11, മറ്റുള്ളവർ 4 മുതൽ 6 എന്ന് പറയുന്ന പോൾ ഓഫ് ഫോൾസിന് കണക്ക് കൂടി അതിവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ടൈംസ് നൗവിന്റെ കണക്കാണ്. ടൈംസ് ഓഫ് പോൾ ഓഫ് ഫോൾ ആണത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ജമ്മു കാശ്മീരിലും ഓരോരോ സർവേകൾ, ഓരോരോ സീറ്റ് പ്രൊഡക്ഷൻ ഓരോന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ BJPക്ക് ജമ്മുവിലോ അല്ലെങ്കിൽ താഴ്വാര മേഖലയിലോ വലിയ ഒരു മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ആകെ സി വോട്ടർ മാത്രമാണ്. ബാക്കി എല്ലാ കണക്കുകൾ, പോൾ ഓഫ് ഫോൾസ് ആവട്ടെ, ഈ പറയുന്ന വ്യക്തിഗത സീറ്റ് പ്രൊഡിക്ഷൻസ് ആവട്ടെ, എല്ലാവരും പറയുന്നത് തുല്യം കട്ടക്കിയാട്ട ഇഞ്ചോടിഞ്ഞാണ് ജമ്മു കാശ്മീരിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഹരിയാനയിൽ അങ്ങനെയല്ല. ഹരിയാനയിലേക്ക് എത്തുമ്പോഴേക്കും ഹരിയാനയിൽ ഇതിനോടകം വന്ന പ്രധാനപ്പെട്ട മാട്രിക്സ് അടക്കമുള്ള അല്ലെങ്കിൽ സീറ്റ് പ്രൊജക്ഷൻസ് അടക്കം ഗുലിസ്ഥാൻ സീറ്റ് ന്യൂസിന്റെ പ്രൊജക്ഷൻ അടക്കം കോൺഗ്രസിന് വ്യക്തമായ മേധാവിത്വം അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ BJP, അവിടെ കോൺഗ്രസ് ഇടത് സഖ്യം, INLD BSP സഖ്യം, JJP ആസാദി പാർട്ടിയുടെ സഖ്യം, അങ്ങനെ ചതുഷ്കോണ മത്സരം നടന്ന ഹരിയാനയിൽ ഏതെങ്കിലും തരത്തിൽ ജാട്ട് വോട്ടുകൾ ഇനി എൻറ്റയർലി BJPയിലേക്ക് പോകാതെ ഈ പറഞ്ഞ കോൺഗ്രസിലേക്കും JJPയിലേക്കും INLDയിലേക്കും BSPയിലേക്കും
അങ്ങനെ മറ്റു സഖ്യങ്ങളിലേക്കൊക്കെ പോകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. അവിടെ അവർ ഭൂപീന്ദ്രൻ്റെ കൂടെയും മകൻ കൂടെയും ഒക്കെ അതിശക്തമായ പോരാട്ടം മുന്നോട്ടേക്ക് നയിക്കുമ്പോഴും ഈ പറയുന്ന ബ്രാഹ്മണ OBC വോട്ടുകൾ കേന്ദ്രീകരിച്ച് BJP മാനേജ് ചെയ്യുമോ എന്നൊരാശം കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. OBCയിലെ ഇപ്പോൾ ബ്രാഹ്മണ വോട്ടുകൾ എൻ്റെ BJPക്കുള്ള വോട്ടുകൾ ആണെന്ന് പറയുമ്പോൾ പോലും OBCയിലെ ഒരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് വേണം ഈ കണക്കുകൾ ശരിയാവുകയാണെങ്കിൽ ആ കണക്കുകൾ അറിയാൻ. എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളുടെ വമ്പൻ പരാജയത്തിന് ശേഷം അധികമാരും ഈ മേഖലയിൽ ഇക്കുറി ആ മേഖല അത്രയും കൈവച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ചാനലുകൾ പ്രധാനപ്പെട്ട ഏജൻസികളുമായി കൈകോർത്തിട്ടില്ല. ആക്സിസ് മൈൻഡിയുടെ സർവേ വരാൻ പോകുന്നു. അത് പക്ഷേ റെഡ് മൈക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുമായി ചേർന്നാണ് നമ്മൾ ഈ മേഖലയിലെ അഗ്രഗണ്യന്മാർ എന്നൊക്കെ കരുതിയിരുന്നവരാണ്. അവർ കഴിഞ്ഞ തവണ പാളുന്നതുകൊണ്ട് പുതിയ സർവേ എന്താണ് ഇപ്പോൾ പുറത്തു വന്ന മാട്രിക്സിൻ്റെ സർവേ മാത്രമാണ് 18 മുതൽ 24 സീറ്റ് വരെ BJP അവിടെ ഹരിയാനയിൽ നേടുന്നു. 55 മുതൽ 62 സീറ്റ് വരെ എന്നുള്ളതാണ് മാട്രിക്സ് പറയുന്നത്. INLD 3 മുതൽ 6, മറ്റുള്ളവർ 2 മുതൽ 8. വിജയകുമാർ, എന്തായാലും അധികം ഏജൻസികളുടെ സർവേ കുറി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഹാഷ്മി, ചുരുക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയാം. അതായത് ഹരിയാനയിൽ കോൺഗ്രസ് 45 മുതൽ 65 വരെ സീറ്റുകൾ നേടി വളരെ കംഫർട്ടബിൾ ആയിട്ട് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇതുവരെ എക്സിറ്റ് പോളുകളുടെ ആകെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ 45 to 65 വേണമെങ്കിൽ ആ റേഞ്ചിൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കാം, ഒരു അധികാരത്തിലേക്ക് വരാം. BJP 20 മുതൽ 30 വരെ അല്ലെങ്കിൽ 20 മുതൽ 32 വരെ എന്ന നിലയിലേക്ക് BJP അതിൻ്റെ സീറ്റുകൾ എത്തും. BJP താഴേക്ക് തന്നെയാണ്. BJP അവിടെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്. അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഈ പറയുന്ന പ്രഡിക്ഷൻസ് ഒക്കെ വ്യക്തമാക്കുന്നത് BJP ഒരു 35 സീറ്റിന് മുകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും, BJP പ്രതിപക്ഷത്തിരിക്കും. ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിക്കുള്ള സാധ്യതയാണ് ഇതുവരെ കാണുന്നത്. രണ്ടും, അതായത് നാഷണൽ കോൺഫറൻസ് PDP നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും BJP ഏതാണ്ട് ഒരു 30 മുതൽ 38 ആ നിലയിൽ സീറ്റുകൾ നേടാം. മറ്റുള്ളവർക്കെല്ലാം കൂടി ചേർത്ത് ഒരു 10-12 സീറ്റുകൾ നേടിയേക്കാം. അവിടെ മറ്റുള്ളവർ ഒരു നിർണായകമാകും. BJP PDP സഖ്യമൊക്കെ കശ്മീരിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. 10 വർഷത്തിന് ശേഷമാണ് കശ്മീരിൽ ഒരു ഇലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും BJP PDP സഖ്യം ഒക്കെ വന്ന അങ്ങനെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായ ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അതുകൊണ്ട് ഇപ്പോഴെന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ ഈ കൂട്ടുകെട്ടുകൾ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൂട്ടുകെട്ടുകൾ അവിടെ അധികാരം തീരുമാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഒരു ഹങ് അസംബ്ലി എന്ന സാധ്യത ജമ്മു കാശ്മീർ തുറന്നു വയ്ക്കുന്നുണ്ട്. ഹരിയാനയിലെ പ്രധാനപ്പെട്ട പുറത്തു വന്ന 3 സർവേകൾ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് ആണ് 1, 2 പീപ്പിൾസ് പൾസ് ആണ്, 3 ധ്രുവ് റിസർച്ച് ആണ്. അതിൽ മാട്രിക്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു BJP 18 മുതൽ 24 സീറ്റ് വരെ, കോൺഗ്രസ് 55 മുതൽ 62 സീറ്റ്, INLD 3 മുതൽ 6, മറ്റുള്ളവർ 0 മുതൽ JJP 0 മുതൽ 3, മറ്റുള്ളവർ 2 മുതൽ 5. അതിൽ ആം ആദ്മി പാർട്ടി അടക്കമുണ്ട്. പീപ്പിൾസ് പൾസിൻ്റെതാകട്ടെ BJP കുറച്ചുകൂടി അവർ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. 20 മുതൽ 32 സീറ്റ് വരെ എന്നുള്ളതാണ് BJPയുടെ പീപ്പിൾസ് പൾസ് പറയുന്ന കണക്ക്. അത് കോൺഗ്രസ് ആവട്ടെ 49 മുതൽ 61 എന്നതിലേക്ക് അവർ കോൺഗ്രസിൻ്റെ കണക്ക് രേഖപ്പെടുത്തുന്നു. അവർ JJPക്കും INLD 2 മുതൽ 3 സീറ്റ് വരെ, JJPക്ക് ഒരൊറ്റ സീറ്റ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഒറ്റ സീറ്റ് എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. മറ്റുള്ളവർ 3 മുതൽ 5 വരെ സീറ്റ്. ധ്രുവ് റിസർച്ചിൻ്റെ സർവേ പ്രകാരം BJP പിന്നെയും താഴ്ന്നു. 22 സീറ്റ് മുതൽ 32 സീറ്റ് വരെ BJP ഒതുങ്ങുന്നു ഹരിയാനയിൽ. 50 സീറ്റ് മുതൽ 64 സീറ്റിലേക്ക് ഉയരുന്നു കോൺഗ്രസ് പാർട്ടി. അവിടെ ഈ പറഞ്ഞ ധ്രുവ് റിസർച്ചിൻ്റെ ആ സർവേ പ്രകാരം INLD വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അവിടെ ഉഗ്രപ്രതാപത്തിൽ വാണവർ. INLD വട്ടപൂജ്യമാകുന്നു ധ്രുവ് റിസർച്ചിൻ്റെ റിസൾട്ട് പ്രകാരം. JJPക്ക് 0ആണ്, മറ്റുള്ളവർ 2 മുതൽ 8ആണ്. ഒരു പക്ഷേ ഹരിയാനയിൽ വോട്ടെണ്ണൽ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് JJP എന്ന് പറയുന്ന ആ സമയത്ത് മേഖലയിലേക്ക് ഇറങ്ങി അവിടെ നാടിളക്കി വലിയ ഇതിൽ പ്രചരണം നടത്തി. ഞാൻ ആ ഇലക്ഷനിൽ അവിടെ ഹരിയാനയിൽ പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. ആ സമയത്ത് അവിടെ അതിഭീകരമാവണ്ണം ഇളക്കി മറിച്ച് ഒരു പുതിയ പ്രതീക്ഷ എന്നോണം വന്ന് അവിടെ ഒരു ആം ആദ്മി പാർട്ടി വന്ന വഴിയിൽ വലിയ ജനക്കൂട്ടമായി വന്ന ആം ആദ്മി പാർട്ടി ആപ്പിന് സമാനമാണോ JJP എന്ന സംശയം ഉണ്ടാകുന്ന രീതിയിൽ വന്ന ഒരു പാർട്ടിയാണ് JJP. 10 സീറ്റുകൾ അവരവിടെ പിടിച്ചു. പക്ഷേ 10 സീറ്റുകൾ അവർ പ്രതിപക്ഷത്തെ BJP മറിച്ച് പിടിച്ചതിന് ശേഷം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ BJPയിലേക്ക് കൈകോർത്തു. അതൊരു പക്ഷേ ഹരിയാനക്കാർ പൂർണ്ണമായി തന്നെ നിരാകരിക്കുന്നു എന്ന് വേണം. ധ്രുവ് റിസർച്ചിൻ്റെ ഈ റിസൾട്ട് ശരിയാവുകയാണെങ്കിൽ JJPക്ക് സീറ്റൊന്നും നേടാൻ കഴിയുന്നില്ലെങ്കിൽ അത് സംഭവിക്കും. കാരണം JJP
BJP അവിടെ ആസാദിന്റെ അവിടെ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദി പാർട്ടിയുമായി കൈകോർത്ത് മത്സരിച്ചിരുന്നവനാണ്. ആസാദിന് അത്യാവശ്യം ഹരിയാനയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി സ്വാധീനമുള്ള പാർട്ടിയാണ്. JJPയുമായി കൈകോർത്ത് എന്തായാലും ആസാദിന്റെ റെലവൻസ് അവിടെ നഷ്ടപ്പെടുത്തിയോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇതാണ് ഇതിനോടകം പുറത്തു വന്ന സർവേകൾ. ഇനി അധികം സർവേകൾ ഏതൊക്കെയാണ് പുറത്തു വരാനുള്ളതെന്ന് അറിയില്ല. ആക്സിസ് മൈൻഡിന്റെ സർവേ അത് കഴിഞ്ഞ തവണ പൊളിഞ്ഞു പോയിട്ടാണെങ്കിൽ കൂടി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. വെൽക്കം ബായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ജമ്മു കാശ്മീർ ഹരിയാന രണ്ട് സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനോടകം തന്നെ വന്ന സർവേ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് അതിഭീകരമായ മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ അവിടെ ഹരിയാനയിൽ കോൺഗ്രസിന് കഴിയുന്നു. അതിന് കാരണം 10 വർഷത്തെ ആന്റി ഇൻകുംബൻസി അവിടെ ഉണ്ട്. അവിടെ ജാട്ട് വോട്ടുകൾ ഏതാണ്ട് കംപ്ലീറ്റ് എതിരായ വിഷയമുണ്ട്. അവിടെ കർഷക പ്രശ്നങ്ങളുണ്ട്. കർഷകർ ബഹുഭൂരിപക്ഷം ജാട്ടുകളാണ് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസി ചേരുന്ന ഒരു ഡെഡ്ലി കോംബോ ഉണ്ട്. അതൊക്കെ BJPക്ക് എതിരാവുന്നു. ഹരിയാനയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് തെറ്റാവുന്നില്ല. ഈ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. INLDക്കോ JJPക്കോ ആം ആദ്മി പാർട്ടിക്കോ BSPക്കോ ഒന്നും കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവിടെ BJPയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ ഫൈറ്റ് മാത്രമായി ഹരിയാനയിൽ മാറുന്നു. അതാണ് കാഴ്ച. അങ്ങനെ ആ ഫൈറ്റ് നേർക്കുനേർ ഒരു ഫൈറ്റ് ആകുമ്പോൾ അതിൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷം മുന്നിലേക്ക് എത്താൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് അവിടെ കോൺഗ്രസ് ഹരിയാനയിലെ 59 സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമെന്ന ഒരു പുതിയ കണക്ക് കൂടി വരുന്നു. 21 സീറ്റുകൾ BJPക്കാണ്. JJPക്ക് 2 സീറ്റുകൾ മാത്രമാണ് അവിടെ പറയുന്നത്. അതാണ് ഹരിയാനയിലെ അവസ്ഥ. പക്ഷേ ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ജമ്മു കാശ്മീരിൽ ഏതാണ്ട് തരാതരം ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. വിവിധ സർവേകൾ, വിവിധ സീറ്റ് പ്രഡിക്ഷനുകൾ, വിവിധ ഏജൻസികൾ പറയുന്ന സൂചനകൾ പ്രകാരം ജമ്മു കാശ്മീരിൽ ഏതാണ്ട് കട്ടക്ക് കട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടം കാശ്മീരിൽ നടക്കുന്നു. ആകെ ഈ പറഞ്ഞ സി വോട്ടറിന്റെ സർവേ പ്രകാരമാണ് BJP 27 സീറ്റ് മുതൽ 31 സീറ്റ് വരെ നേടിക്കൊണ്ട് ഏതാണ്ട് ആധികാരികമായ ജയം നേടുമെന്ന് പറയുന്ന സി വോട്ടറിന്റെ സർവേ മാത്രമാണ് ജമ്മു കാശ്മീരിൽ. അവിടെയും NC കോൺഗ്രസ് ഒക്കെ 15 സീറ്റ് മറ്റുള്ളവർ. എന്തായാലും വിജയകുമാർ, ഇനിയിപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ ഏജൻസിയുടെ സർവേ മാത്രമാണ് വരാൻ ബാക്കിയുള്ളത്. ബാക്കി ഏതാണ്ടൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ? ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് മാത്രമാണ് ഇനി വരാനുള്ളത്. ബാക്കി പ്രധാനപ്പെട്ടതൊക്കെ വന്നു. അതായത് ഇതിൽ ഏറ്റവും നമ്മൾ കൗതുകത്തോടെ നോക്കേണ്ടത് ഈ കണക്കുകളെക്കാൾ ഉപരി ഇത്തവണ സംഭവിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ അപ്പാടെ പാളിപ്പോയ ചരിത്രം നമ്മൾ കണ്ടതാണ്. 400 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ആക്സിസ് മൈ ഇന്ത്യ ഇത്തവണ എല്ലാ തവണയും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു ഈ സർവേ നമുക്ക് എത്തിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഇന്ത്യ ടുഡേ അവരുടെ സർവേ റിസൾട്ട് ഇത്തവണ സി വോട്ടറും ഇന്ത്യ ടുഡേയും ചേർന്നാണ് ഇത്തവണ അവർ സർവേ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സി വോട്ടർ തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ കാശ്മീരിലെ, അതും ജമ്മു മേഖലയിൽ മാത്രം. അതായത് ജമ്മുവിലെ കണക്കുകൾ മാത്രമേ സി വോട്ടർ നൽകിയിട്ടുള്ളൂ. അപ്പോൾ സി വോട്ടറിന്റെ കണക്ക് മുഴുവൻ വരാൻ കിടക്കുന്നു. ബാക്കി പ്രധാനപ്പെട്ട ഏജൻസികളുടെ ഒക്കെ കണക്കുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ യൂട്യൂബ് അവർ നൽകാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ലൈവ് അവർ നൽകാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ അല്പസമയത്തിനകം ഒരു പക്ഷേ അതിന്റെ കണക്കുകൾ വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എക്സിറ്റ് പോളുകളുടെ അധികം തള്ളിക്കയറ്റമില്ല എന്നതൊരു കൗതുകം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടികളായിരിക്കാം ഒരു പക്ഷേ അത്തരം ഒരു തീരുമാനത്തിന് അവരെ പ്രേരിപ്പിച്ചത്. ആക്സിസ് മൈ ഇന്ത്യ ഹരിയാന, ജമ്മു കാശ്മീർ എക്സിറ്റ് പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ നൽകുന്നുണ്ട്. പക്ഷേ അത് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുവരെ വന്ന കണക്കുകളെ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം. ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിക്കുള്ള സാധ്യതയുണ്ട്. അവിടെ ചെറു പാർട്ടികൾ ഒക്കെ നിർണായകമാകാൻ പോകുന്നു. ഏതാണ്ട് BJP, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യവും BJP സഖ്യവും BJPയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് ജമ്മു കാശ്മീരിലെ കണക്കുകളിൽ കാണുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെ വന്ന എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസും ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയും എന്ന നിലയിലേക്കാണ് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ ആകെ നൽകുന്ന പല സൂചനകൾ അതുതന്നെയാണ്. പുതിയ കണക്കുകളൊന്നും വന്നിട്ടില്ല. നമ്മൾ സൂചിപ്പിച്ച ഈ പറയുന്ന ഹരിയാനയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റവും ജമ്മു കാശ്മീരിലെ ഒപ്പത്തിനൊപ്പം എന്ന ആ പ്രഡിക്ഷനുമാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇതിനോടകം പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ അവരുടെ കണക്കുകൾ നൽകിയിട്ടുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ പ്രദീപ് ഗുപ്ത സീറ്റിലുണ്ട്. പ്രദീപ് ഗുപ്ത അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ നൽകുമായിരിക്കാം. വിജയകുമാർ, ഇവിടെ സി വോട്ടറിന്റെ അവിടെ കശ്മീർ വാലി മേഖലയിലെ സീറ്റ് ശതമാനക്കണക്ക് വരുന്നുണ്ട്. ആ സീറ്റ് ശതമാനക്കണക്കിൽ കശ്മീർ ജമ്മു മേഖലയിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ കശ്മീർ വാലി മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ NC കോൺഗ്രസ് സഖ്യത്തിന് 20 മുതൽ 33 സീറ്റ്, NC പ്ലസ് സഖ്യത്തിന് 29 മുതൽ 33 സീറ്റ് വരെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് സി വോട്ടർ സർവേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 29 മുതൽ 33 സീറ്റ്. ജമ്മു മേഖലയിൽ BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള സ്വാധീനമുള്ള മേഖലകളുണ്ട്. ആ മേഖലകൾ BJP സ്വന്തമാക്കുമ്പോഴും പക്ഷേ കശ്മീർ മേഖലയിലേക്ക് വരുമ്പോൾ 29 മുതൽ 33 സീറ്റ് വരെ നേടുന്നത് NC കോൺഗ്രസ് സഖ്യമാണ്.
BJPക്ക് ഒറ്റ സീറ്റ് മാത്രമാണ് അവിടെ നേടാൻ കഴിയുന്നത് എന്നുള്ളതാണ് സി വോട്ടറിൻ്റെ കാശ്മീർ മേഖലയിലെ സീറ്റുകളുടെ ആ കണക്ക് വരുമ്പോൾ പറയുന്നു. അവിടെ PDP നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 6 മുതൽ 10 സീറ്റ് വരെ നേടാൻ അവിടെ BJPക്ക് കഴിയുന്നു, മറ്റുള്ളവർക്ക് 6 മുതൽ 10 സീറ്റുകൾ വരെ. അപ്പോൾ രണ്ടും കൂടി ചേർത്തുള്ള കണക്ക് അല്പസമയത്തിനകം വരും. എന്തായാലും കാശ്മീരിലെ കണക്കും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ജമ്മു മേഖലയിൽ BJPക്ക് ആധിപത്യം നേടാൻ കഴിയുന്നെങ്കിൽ കശ്മീർ മേഖലയിൽ NC കോൺഗ്രസ് സഖ്യത്തിന് അതിശക്തമായ മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് സി വോട്ടറിൻ്റെ കണക്ക്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുതിയ വന്ന കണക്ക്. ഇതുവരെ വന്ന കണക്കുകൾ വെച്ച്, ഇതുവരെയുള്ള സീറ്റ് പ്രൊഡിക്ഷൻ വെച്ച്, ഇതുവരെയുള്ള ഓരോ വ്യക്തികൾ പറയുന്ന അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള സീറ്റ് പ്രൊജക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ എന്തും സംഭവിക്കാം. വോട്ടെണ്ണൽ ദിവസം നമ്മൾ മുൾമുരയിൽ നിൽക്കാൻ പോകുന്നു, അക്കാര്യത്തിൽ തർക്കമില്ല. ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിൽ 58 സീറ്റുകളുമായി, അത് പുതിയ കണക്കാണോ എന്ന് സംശയം എനിക്കുണ്ട്, 58 സീറ്റുകളുമായി കോൺഗ്രസ് മുന്നിൽ. BJP 24 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. JJP 2 സീറ്റുകൾ, INLD 2 സീറ്റുകൾ. എന്ന് പറഞ്ഞാൽ വരുന്ന പുതിയ കണക്കുകളെല്ലാം പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് ഏതാണ്ട് വ്യക്തമായ സ്വാധീനം, ആധിപത്യം ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. ഇക്കുറി അവിടെ ഭൂപീന്ദ്ര കൂട ഏതാണ്ട് സമഗ്രാധിപത്യം, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലാവട്ടെ, ബാക്കി രാഷ്ട്രീയ ചർച്ചകളിലാവട്ടെ, അവിടെ ഇക്കുറി ഹൂഡയെ ഒതുക്കാതെ, ഹൂഡയുടെ ശബ്ദത്തെ മാറ്റി നിർത്താതെ അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൂഡയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹരിയാനയിൽ രാഹുൽ ഗാന്ധി കുറേ അധികം റാലികളിൽ പങ്കെടുത്തു. പക്ഷേ ഇക്കുറി ഹരിയാന തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് നരേന്ദ്രമോദി ഒരു ഫേസ് അല്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാനയിൽ എന്ന് ഉറപ്പായും പറയാം. കാര്യം മോഡി ആകെ 3-4 റാലികൾ മാത്രമാണ് ഹരിയാനയിൽ പങ്കെടുത്തത്. നമുക്കറിയാവുന്നതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മോഡി എക്സ്റ്റെൻസീവായി പണിയെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കറിയാം, അത്യുദ്ധാനം ചെയ്യുന്ന പ്രധാനമന്ത്രി നമുക്കറിയാം. പക്ഷേ ഹരിയാനയിൽ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്രയധികം റാലികൾ, 4 റാലികൾ എന്തുമാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ശേഷം അത് വ്യക്തമാകേണ്ട കാര്യമാണ്. അത് പ്രധാനമന്ത്രി അവിടെ ഇക്കുറി ഒരു ഫാക്ടർ അല്ല ഇതായി മാറിയോ, അതോ BJPക്ക് അതിനപ്പുറമുള്ള പ്ലാൻസ് അവിടെ ഉണ്ടായിരുന്നോ, അതോ ജാട്ട് വോട്ടുകൾ, മറ്റ് സമുദായ വോട്ടുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ പ്രധാനമന്ത്രി ഒരു പരിധിയിൽ കൂടുതൽ വരാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വോട്ടെണ്ണൽ ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിൽ ഉറപ്പായും അത് ചർച്ചയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ നന്നായി പ്രവർത്തിച്ച, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും തേജോമയമായ ഒരു പൊളിറ്റിക്കൽ ഫേസിലാണ്. അതൊക്കെ ഒരുപക്ഷെ ഹരിയാനയിൽ പ്രതിഫലിക്കുന്നുണ്ട് പറയാൻ. അവിടെ ഭരണവിരുദ്ധ വികാരം, ഇന്ത്യ സഖ്യത്തിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം, വലിയ മുൻതൂക്കം, ഈ കാര്യങ്ങളൊക്കെ ഹരിയാനയിൽ അവിടെ കോൺഗ്രസ് അനുകൂലമായി അവിടെ പ്രതിഫലിച്ചു. ഹരിയാനയിൽ ഭൂപീന്ദ്ര കൂടെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ അടുപ്പിക്കേണ്ടതില്ല എന്ന മെസ്സേജ് ഹൈക്കമാൻഡ് കൊടുത്തതും. അവിടെ ആം ആദ്മി പാർട്ടി അടുപ്പിക്കാതിരിക്കാൻ പ്രധാനമായി അവിടെ ഇടയ്ക്ക് നിന്ന വ്യക്തി എന്ന് പറയുന്നത് ഭൂപീന്ദ്ര ഹൂഡ തന്നെയാണ്. ഹൂഡയുടെ ആ സ്ട്രാറ്റജിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ വരാനുള്ളത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഇപ്പോൾ വരുന്നത് അവരുടെ ഈ പറയുന്ന അവരുടെ റെഡ് മൈക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. കഴിഞ്ഞ പ്രദീപ് ഗുപ്ത ഓർമ്മയുണ്ട് പ്രേക്ഷകർക്ക്. പ്രദീപ് ഗുപ്ത കഴിഞ്ഞ തവണ ഇന്ത്യ ടുഡേയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ പ്രദീപ് ഗുപ്ത നമുക്ക് മറക്കാൻ കഴിയുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ പറയുന്ന ആളാണ്. വീണ്ടും വന്നിരിപ്പുണ്ട് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ റെഡ് മൈക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അതിരിക്കുന്നത്. അവരവിടെ ടോട്ടൽ സാമ്പിൾ സൈസ്, നമ്പർ ഓഫ്, അവരുടെ രീതി അങ്ങനെയാണ്, എത്ര സാമ്പിൾ എടുത്തു എന്നൊക്കെ പറയുന്ന, മാർജിൻ ഓഫ് എറർ ഒക്കെ പറയുന്ന ആ കാര്യങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സർവേ എന്ന് പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയാണ്. അല്ല, നിലവിൽ ബാക്കി മാട്രിക്സ് അടക്കമുള്ള ബാക്കി ചെറിയ ഏജൻസിയുടെ സർവേ ഇതിനോടൊപ്പം വന്നു കഴിഞ്ഞു. പോൾ ഓഫ് ഫോൾസ് വരുന്നുണ്ട്. പോൾ ഓഫ് ഫോൾസിൽ ഭൂപീന്ദ്ര ഹൂഡ സംസാരിക്കുന്നുണ്ട്. ഹൂഡ പറയുന്നു കോൺഗ്രസ് ഈസ് കമ്മിങ് ബാക്ക് ടു പവർ, കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് ഈ എക്സിറ്റ് പോളിനോട് പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചത്. സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകൾ വരുമ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് വോട്ടെണ്ണൽ വരട്ടെ അപ്പോൾ നോക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഹൂഡ അങ്ങനല്ല. ഹൂഡ കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോട് പറയുന്നു സംസ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരികെ ബാക്ക് ടു പവറിലേക്ക് വരുന്നു എന്ന് ഹൂഡ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതിന് പ്രധാന കാരണം ഹൂഡ തന്നെയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഫോഗട്ടിൻ്റെ സ്വീകരണ റാലി, അവിടെ ഒളിമ്പിക്സിൽ അവിടെ കണ്ണുനീരുമായി വന്ന ഇവിടെ ഇറങ്ങിയ ഫോഗട്ടിനെ സ്വീകരിക്കാൻ ആ നീക്കങ്ങൾ നടത്തി ഹൂഡയാണ് എന്ന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഫോഗട്ട് ആദ്യം പോയി കാണുന്നത് ഹൂഡയാണ്. അതിനുശേഷമാണ് അവിടെ ഗ്രാമത്തിലേക്ക് ഫോഗട്ട് പോയത് എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായും കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ഈ പറയുന്ന കായിക താരങ്ങളെ കൂടെ നിർത്തും, അതിനുശേഷം പെട്ടെന്ന് അവരെ പാർട്ടിയിലേക്ക് എടുക്കുന്നു, അവരെ സ്ഥാനാർത്ഥികളാക്കുന്നു. അപ്പോൾ ഈ സ്ട്രാറ്റജിയൊക്കെ ഹരിയാനയിൽ എന്തായാലും 100% എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച, തന്ത്രങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്ത, ഈ പറഞ്ഞ ജാതി സമവാക്യങ്ങളിൽ വളരെ കൃത്യമായി സൂക്ഷ്മ ഇടപെട്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥികളിലൊക്കെ ഈ പറയുന്ന ജാട്ട് മേഖലയിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരുപാടധികം കോൺഗ്രസിൻ്റെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജാതി അത്രമേൽ സങ്കീർണമായ സാഹചര്യമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ആ സങ്കീർണമായ ജാതി വ്യവസ്ഥകളിൽ, ജാതി സമവാക്യങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി സൂക്ഷ്മ ഇടപെട്ടു. ആ സൂക്ഷ്മത എന്തായാലും എക്സിറ്റ് പോളുകൾ ഇങ്ങനെയാണെങ്കിൽ അപ്പോഴും പറയാനുള്ളത്
എക്സിറ്റ് പോളുകളാണ്. ഒരു കാലത്ത് നമ്മൾ ഇതിനെ ആധികാരികമെന്ന് കരുതിയിരുന്നവരാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇതിൻ്റെ ആധികാരികതയൊക്കെ നമുക്ക് വലിയ ക്രെഡിബിലിറ്റി ചോദ്യം ബാക്കിയായി ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും നിലവിലുള്ള അവസ്ഥ ഇതാണ്. നിലവിലുള്ള അവസ്ഥ ഇനിയിപ്പോൾ വരാനുള്ളത് ആക്സിസ് ബൈ ഇന്ത്യയുടെ സർവേയാണ്. നിലവിൽ സി വോട്ടറിൻ്റെ ജമ്മു കാശ്മീരിലെ അതിൻ്റെ സി വോട്ടർ പറയുന്ന NC കോൺഗ്രസ് ഒക്കെ 40 മുതൽ 48 സീറ്റുകളുമായി ജമ്മു കാശ്മീർ അധികാരത്തിലേക്ക് എന്നുള്ളതാണ് സി വോട്ടറിൻ്റെ സർവേ. BJP ആവട്ടെ 27 മുതൽ 32 സീറ്റ് വരെ ഒതുങ്ങുന്നു. PDP 6 മുതൽ 12, മറ്റുള്ളവർ 6 മുതൽ 11. സി വോട്ടറിൻ്റെ അവർ ജമ്മു മേഖല ആദ്യം, അതിനുശേഷം കാശ്മീർ മേഖല എന്ന കണക്കുകൾ വന്നു. ആദ്യ ജമ്മു മേഖലയിൽ BJPക്ക് നേട്ടമുണ്ടായി, കാശ്മീർ മേഖലയിൽ കോൺഗ്രസ് നേട്ടമുണ്ടായി. രണ്ടും കൂടി ചേർക്കുമ്പോൾ NC കോൺഗ്രസ് സഖ്യം 90 സീറ്റുകളിൽ 40 മുതൽ 48 സീറ്റുകൾ വരെ, BJP സഖ്യം 27 മുതൽ 32 സീറ്റുകൾ വരെ, മറ്റുള്ളവർ 6 മുതൽ 12, അതിനുശേഷം 6 മുതൽ 11. ഏറ്റവും വലിയ ഒറ്റകക്ഷി അവിടെ കോൺഗ്രസ് ആകുമോ, നാഷണൽ കോൺഗ്രസ് ആകുമോ എന്ന ചോദ്യമൊക്കെ അവിടെയുണ്ട്. അവിടെയും ഇപ്പോഴും ഒരു ഹങ് അസംബ്ലിക്കുള്ള പോസിബിലിറ്റി ചാൻസ് സാധ്യത അവിടെ ജമ്മു കാശ്മീരിലുണ്ട്. വിജയമാറിന് വരാനുള്ളത് ആക്സിസ് ബൈ ഇന്ത്യയാണ്. ആക്സിസ് ബൈ ഇന്ത്യയുടെ കണക്കുകൾ ഇപ്പോഴും പ്രദീപ് ഗുപ്ത നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അവരവരുടെ സാമ്പിൾ സൈസും അത്തരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കണക്കുകളിലേക്ക് അവർക്ക് ഇനിയും വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ വന്ന കണക്കുകൾ നമ്മൾ ആകെ നോക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയുടെ സാധ്യത സജീവമാണ്. ഒരു പക്ഷേ വളരെ നാരോ മാർജിനിൽ കോൺഗ്രസിന് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന് സി വോട്ടർ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം സ്റ്റേബിളായ കണക്കാണ് എന്നറിയില്ല. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്, അവർ അധികാരത്തിലേക്ക് വരും. കേവല ഭൂരിപക്ഷം മറികടന്ന് സർക്കാർ രൂപീകരിക്കാൻ ഹരിയാനയിൽ കോൺഗ്രസിന് കഴിയും എന്നതാണ് ഇതുവരെ വന്ന കണക്കുകളാകെ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഏതാണ്ട് ഒരു ഹങ് അസംബ്ലിയാണ്. ജമ്മു മേഖലയിൽ BJPയുടെ സ്വാധീനം ഇപ്പോഴുമുണ്ട്. കശ്മീരിലേക്ക് പോകുമ്പോൾ, വാലിയിലേക്ക് പോകുമ്പോൾ അവിടെ നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും അവരുടെ സ്വാധീന ശക്തികൾ നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഇതാണ് ജമ്മു 2 റീജിയനായി തിരിക്കുമ്പോഴുള്ള കണക്കുകൾ വ്യക്തമാക്കുക. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. കശ്മീരിലെ പ്രൊജക്റ്റഡ് വോട്ട് ഷെയർ നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് 41%ആണെങ്കിൽ BJPക്ക് അവിടെ 3%, PDPക്ക് 17%, മറ്റുള്ളവർക്ക് ഏതാണ്ട് 39%. ഈ മറ്റുള്ള 39% പിടിക്കുന്ന സീറ്റുകളാണ്, അതായത് വാലിയിലാണ് ഞാൻ പറയുന്നത്, കശ്മീരിലാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ 39% വോട്ടുകൾ പിടിക്കുന്ന അതേഴ്സ് ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആവും. ജമ്മുവിൽ ഈ BJP ആയിരുന്നു സ്വാധീനമെങ്കിൽ വാലിയിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിന്, നാഷണൽ കോൺഫറൻസിന് സ്വാധീനമുണ്ടാക്കുന്നു. PDP അവിടെ വാലിയിൽ അവരുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ വലിയ ക്ഷീണം അവർക്ക് സംഭവിക്കുന്നില്ല. ഏതാണ്ട് 17% വോട്ട് അവർക്ക് നേടാൻ കഴിയുന്നുണ്ടെന്നാണ് സി വോട്ടർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ എഞ്ചിനീയർ റഷീദ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ടാക്കുന്ന ഒരു സ്വാധീനം 39% വോട്ട് അവിടെ പിടിക്കുന്നുണ്ട്. അത് എത്ര സീറ്റായി മാറുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ജമ്മുവിൽ എന്തായാലും ജമ്മു കാശ്മീർ ഈ പറയുന്ന കൗണ്ടിംഗ് ഡേയിലെ ഒരു കൗതുകമായിരിക്കും. ഹരിയാന ഏകപക്ഷീയമായി കോൺഗ്രസിന് അനുകൂലമാകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഫൈറ്റിന്റെ മൂഡ് നിലനിൽക്കുന്നു. ഇവിടെ ദൈനിക് ഭാസ്കർ ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. ദൈനിക് ഭാസ്കറിന്റെ കണക്ക് പറയുന്നത് 15 മുതൽ 29 സീറ്റ് വരെ BJP താഴുന്നു. കോൺഗ്രസ് 44 മുതൽ 54 സീറ്റിലേക്ക് ഉയരുന്നു. INLD ആവട്ടെ JJP ആവട്ടെ രണ്ടുപേർക്കും വട്ടപൂജ്യമാണ്. മറ്റുള്ളവർ 4 മുതൽ 10, അതിൽ പക്ഷേ ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹിയുമായി ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശം ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 സർവേകൾ എന്ന് പറഞ്ഞാൽ സീറ്റ് പ്രൊഡിക്ഷൻ അല്ല, സീറ്റ് പ്രൊജക്ഷൻ അല്ല, സർവേകൾ വരുന്നത് മാട്രിക്സിൻ്റെയാണ്, പീപ്പിൾസ് പൾസ് ആണ്, ധ്രുവ് റിസർച്ച് ആണ്, ദൈനിക് ഭാസ്കർ അത്യാവശ്യം നന്നായി ചെയ്തിരുന്ന ആണ് പോയ കാലങ്ങളിൽ. അവർ പറയുന്നത് 29 സീറ്റുകളിലേക്ക് BJP ഇടിയുന്നു. 54 സീറ്റുകൾ വരെ നേടാം കോൺഗ്രസ് അവിടെ. INLDക്കും JJPക്കും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളിനി കാത്തിരിക്കുന്ന ആക്സിസ് ബൈ ഇന്ത്യ കൂടി എന്ത് പറയുന്നുള്ളത്. ഇതിനോടകം പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന്റെ വ്യക്തമായ ആധിപത്യം, സമഗ്രാധിപത്യം, മുന്നേറ്റം. അവിടെ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തിൽ, കർഷക സമരത്തിൽ, സ്പോർട്സ് താരങ്ങളുടെ പ്രശ്നത്തിലൊക്കെ അടപടലം അടിതെറ്റി വീഴുന്നു BJP ഹരിയാനയിൽ. ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ജമ്മു മേഖലയിൽ BJPക്ക് ആധിപത്യം ഉണ്ടാക്കാനാകുന്നു. അവിടെ കാശ്മീർ വാലി മേഖലയിൽ NC കോൺഗ്രസ് സഖ്യത്തിന് മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ 2 മേധാവിത്വങ്ങളുടെ ആവറേജ് നോക്കുമ്പോൾ സി വോട്ടർ പറയുന്നത് 40 മുതൽ 48 വരെ NC കോൺഗ്രസ് സഖ്യം, 27 മുതൽ 32 വരെ BJP, മറ്റുള്ള PDP 6 മുതൽ 12, മറ്റുള്ളവർ 6 മുതൽ 11. ഇനിയിപ്പോൾ ഭൂപേന്ദ്ര ഹൂഡ ഇതിനോടകം തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചു. വിജയകുമാർ, എന്തായാലും ഹരിയാനയിലെ കോൺഗ്രസിന് പൂർണ്ണമായ കോൺഫറൻസ് ആണ്. അതിപ്പോൾ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ കടുത്ത കോൺഫറൻസ് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ തുടരുന്നു. ഇപ്പോഴും
ഹരിയാനയിൽ എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഹൈക്കമാൻഡ് ഹൂഡയെ അംഗീകരിച്ചു. ഹൂഡയ്ക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നത് തന്നെയാണ്. അവിടെ കുമാരി ഷെൽജ ഒരു ചെറിയ കലാപത്തിന് ശ്രമിച്ചെങ്കിലും ഷെൽജയെ മുഖവിലേക്കെടുത്തില്ല. ഹൂഡയ്ക്ക് തന്നെ അതിന്റെ ചുമതലകൾ കൊടുത്തു. സ്ഥാനാർത്ഥി നിർണയം അടക്കം അതുപോലെ പ്രചാരണ തന്ത്രം അടക്കം ഹൂഡയെ മുൻനിർത്തി, അതായത് ഒരു ജാട്ട് നേതാവിനെ മുൻനിർത്തി ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം അവിടെ BJPയുടെ 2 ടേം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് സെക്കൻഡ് ടേമിലെ മനോഹർലാൽ ഖട്ടാർ ഗവൺമെന്റിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. കർഷക പ്രക്ഷോഭത്തിന്റെ കേന്ദ്രം ഹരിയാനയായിരുന്നു. ഗുസ്തിതാരങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഒരു എപ്പി സെന്റർ എന്ന് പറയുന്നത് ഹരിയാനയായിരുന്നു. ഹരിയാനയിലെ കേന്ദ്രങ്ങളായിരുന്നു. അപ്പോഴതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ അവിടെ കണ്ടിരുന്നു. കോൺഗ്രസിന് അവിടെ മുന്നേറാൻ കഴിഞ്ഞു. ഏകപക്ഷീയമായി BJP മുഴുവൻ സീറ്റുകളും ലോക്സഭയിൽ തൂത്തുവാരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസ് അവരുടെ ഫൈറ്റിംഗ് മൂഡിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തവണ ആ ഒരു സാഹചര്യം, അതായത് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൽ പ്രകടമായിരുന്നു. BJP 27 മുതൽ 35 സീറ്റ് വരെ ഹരിയാനയിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. 27 മുതൽ 27 to 35. കോൺഗ്രസ് ആവട്ടെ അവിടെ 51 സീറ്റ് മുതൽ 61 സീറ്റ് വരെ നേടി വലിയ മേധാവിത്വം വരുന്നു. 3 മുതൽ 6. JJPക്ക് ഒന്നുമില്ല, മറ്റുള്ളവർക്കൊന്നുമില്ല. എന്തായാലും ഇതുവരെ വന്ന എല്ലാ സർവേകളും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സർവേകളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും വോട്ടെണ്ണൽ ദിവസം എന്താകും ഒരു ട്രെൻഡ് എന്നതിൽ നിന്ന് ഹരിയാനയിലെ കാര്യം വ്യക്തമാകുന്നു. ഹരിയാനയിലെ കാര്യത്തിൽ ഒരു ട്രെൻഡ് വ്യക്തമാണ്. ഹരിയാന അത് ഒരു കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് പോകും. അത് ആ ട്രെൻഡ് അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തന്നെയുമല്ല, ഹരിയാനയുടെ കാര്യത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹരിയാനയുടെ ഒരു ജനറൽ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഇത് വിസിബിൾ ആയിരുന്നു. പക്ഷേ അതിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു തർക്ക വിഷയം എന്ന് പറയുന്നത് ഈ BJP വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിക്കാൻ സാധ്യതയുള്ളതിന്റെ ആനുകൂല്യം BJPക്ക് കിട്ടും. അതായത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണി എന്നത് അതേ നിലയിൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല. ജമ്മു കാശ്മീരിൽ കുറച്ചുണ്ടെങ്കിലും ഹരിയാനയിൽ ഉണ്ടായില്ല. ആം ആദ്മി പാർട്ടി അവസാനം സഖ്യത്തിൽ നിന്ന് പിന്മാറി. JJP ഒരു കാരണവശാലും കോൺഗ്രസുമായി കൂടില്ല എന്ന് പറഞ്ഞു. INLD അങ്ങനെ കൂടില്ല എന്ന് വെച്ചു. അപ്പോൾ അവരൊക്കെ പ്രത്യേകം മത്സരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ ആനുകൂല്യം BJPക്ക് കിട്ടിയത് കൊണ്ടാകാം BJP ചില സർവേകളിലൊക്കെ 30-32 സീറ്റുകളിലേക്കൊക്കെ എത്തുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിൽ മോശമാകുമായിരുന്നു അവരുടെ പ്രകടനം. BJP ജാട്ട് വോട്ടുകൾ ഏറ്റവും ഒടുവിൽ പൂർണ്ണമായി കൈവിട്ടു. എന്നാൽ ജാട്ട് വോട്ടുകൾ തന്നെയാണ് കർഷകർ, ജാട്ടുകൾ തന്നെയാണ് ഗുസ്തി താരങ്ങൾ. അപ്പോൾ എല്ലാ പ്രശ്നം കൂടി വരുമ്പോഴേക്കും ജാട്ട് വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. ജാട്ട് വോട്ടുകളെ പൂർണ്ണമായി കൈവിട്ട് ജാട്ട് മൈനസ് ബാക്കി വോട്ടുകൾ, ജാട്ട് പൊക്കോട്ടെ, ബാക്കിയുള്ള ഈ പറഞ്ഞ സമുദായ സമവാക്യത്തിലെ ബാക്കി വോട്ടുകൾ, ഇപ്പോൾ അത് ബ്രാഹ്മണ പ്ലസ് OBC പ്ലസ് എന്ന് പറയുന്ന ബാക്കി ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ ചേർക്കാൻ കഴിയുമോ എന്ന് നോക്കി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ തന്നെ JJP ആവട്ടെ, INLD ആവട്ടെ, ഈ പറഞ്ഞ BSP, ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി, ആം ആദ്മി പാർട്ടി, ഇതൊക്കെ കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും എന്നാണ് BJP പ്രതീക്ഷിച്ചത്, എന്നാണ് BJP കരുതിയത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. 2 ടൈം തുടർച്ചയായി ഒരു അപ്പർ ക്ലാസ് ഹിന്ദു മനോഹർലാൽ ഖട്ടാറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കി. BJPയുടെ ഒരു പരീക്ഷണമായിരുന്നു. ജാട്ട് ഭൂരിപക്ഷമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന. അവിടെ മനോഹർലാൽ ഖട്ടാറിനെ പോലെ ഒരു RSS നേതാവിനെ മുഖ്യമന്ത്രിയാക്കി. ആ ഘട്ടത്തിൽ ജാട്ട് സമുദായത്തെ അവഗണിച്ചു എന്ന പരാതി ഉയർന്നു. എന്നാൽ ഖട്ടാറിനെ മാറ്റി ഒരു ജാട്ട് നേതാവിനെ അല്ല കൊണ്ടുവന്നത്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. അദ്ദേഹം ഒരു OBC നേതാവാണ്. അപ്പോൾ OBC സമുദായത്തിൽ നിന്ന് ഒരാളിനെ അവിടെ കൊണ്ടുവരുന്നു. ജാട്ടിനെ അവിടെയും അവഗണിച്ചു. അപ്പോൾ BJP ജാട്ട് വോട്ടുകൾ പോകുമെന്നുള്ളത് കൊണ്ട് OBC വോട്ടുകൾ പിടിക്കുക, അപ്പർ ക്ലാസ് ഹിന്ദു വോട്ടുകൾ പിടിക്കുക, ആ ഒരു തന്ത്രത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ അതിൽ BJP വിജയിച്ചോ എന്ന് നമുക്കറിയില്ല. BJP ഒരു പക്ഷേ ഈ പറയുന്ന ഈ 30-35 സീറ്റൊക്കെ BJPക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി കുറച്ചൊക്കെ വിജയം കണ്ടു എന്നതാണ്. ഇനി ഒരു 25 താഴേക്ക് പോയാൽ അവർക്ക് സ്വാഭാവികമായി കിട്ടേണ്ട BJP വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന 10 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. 10 വർഷം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം അതിന്റെ പീക്കിലേക്ക് എത്താൻ എല്ലാവിധ പോസിബിലിറ്റിയുമുള്ള കാലയളവാണ്. ഖട്ടറിനെ മാറ്റി വേറെ ആളെ കൊണ്ടുവന്ന് പറയുമ്പോൾ പോലും അവിടെ ഗ്രൗണ്ടിൽ ഭരണവിരുദ്ധ വികാരം ഏതാണ്ട് ശക്തമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ 5 സീറ്റുകളിലെ കഴിഞ്ഞ താഴാൻ എന്ന് പറഞ്ഞാൽ 5 സീറ്റുകൾ പോലും അവിടെ ഈ പറയുന്ന പ്രകാരം BJPയുടെ ആഭ്യന്തര സർവേയിൽ അല്ലെങ്കിൽ RSS നടത്തിയ ആഭ്യന്തര സർവേയിൽ ഹരിയാനയിൽ അതീവ ദയനീയമായ പരാജയം അവർ ആലോചിച്ചതാണ്. പക്ഷേ അതിൽ 5 സീറ്റുകളിലേക്ക് ഉയരാൻ കാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഫേസ് അതേപോലെയുള്ള ഫേസ് തന്നെയാണോ എന്ന സംശയം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മോഡി ഏറ്റവും കുറഞ്ഞ റാലികളിൽ ഹരിയാനയിൽ പങ്കെടുത്തത്.
ഹരിയാനയിൽ എന്തായാലും കോൺഗ്രസിന്റെ വ്യക്തമായ ആധിപത്യം പ്രൊഡിക്ട് ചെയ്യുന്ന എല്ലാ സർവേകളും 1-2 സർവേകൾ മാത്രം ബാക്കി വരാനുണ്ട്. ജമ്മു കാശ്മീരിൽ ഏതാണ്ട് തരാതരമോ തുല്യം എന്നൊക്കെ പറയാനും കഴിയും. അപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വരികയാണ്. ഓൾമോസ്റ്റ് ഇത് ചെയ്യുന്ന ഒരുമാതിരി ഏജൻസികളിലൊക്കെ റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. അതിന് നമുക്ക് ആകത്തുക ഇങ്ങനെ പറയാം: ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഏതാണ്ട് ആധികാരികമായ, ഏതാണ്ട് സക്രിയമായ മേധാവിത്വം. ഭൂപേന്ദ്ര ഹൂഡയ്ക്ക് എതിർവാക്ക് അവിടെയില്ല. കുമാരി ഷെൽജ ഏതെങ്കിലും തരത്തിൽ അവിടെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നക്കാരിയാകുന്നില്ല. ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി ഇപ്പം ജാട്ടിതര വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ബി ജെ പിക്ക് അവിടെ പാളുന്നു എന്ന് വേണം പറയാൻ. ജെ ജെ പി ആവട്ടെ കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ പാർട്ടി അമ്പെ അടപടലം എന്ന് പറഞ്ഞാൽ മിക്ക സർവേകളിലും ജെ ജെ പി ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു കാലത്ത് ആ പാർട്ടി നിലവിൽ വരുമ്പോൾ ഇത് ഹരിയാന ഭരിക്കാൻ പോകുന്ന പാർട്ടി എന്ന് പറഞ്ഞിരുന്ന പാർട്ടി വട്ടപൂജ്യമാകുന്നു. അത് രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ഉദാഹരണമാണ് എന്ന് ഹരിയാന അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ ജമ്മു കാശ്മീരിലും ഏതാണ്ട് ഇഞ്ചോടിഞ്ചെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ പോൾ ഓഫ് ഫോൾസ് വരുമ്പോൾ പീപ്പിൾസ് പൾസ് ആവട്ടെ, ധ്രുവ് റിസർച്ച് ആവട്ടെ, ദൈനിക് ഭാസ്കറിന്റെ ഒക്കെ ജമ്മു കാശ്മീരിലെ കണക്കുകൾ നോക്കിയാൽ ബി ജെ പി തീരെ താഴെ പോകുന്നില്ല. പക്ഷേ അവിടെ NC പ്ലസ് കോൺഗ്രസ് സഖ്യം, നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് വളരെ സേഫായി ആ മേഖല ഭരിക്കാൻ ആവശ്യമുള്ള വോട്ടുകൾ കിട്ടുന്നു എന്ന് തന്നെയാണ് സി വോട്ടർ അടക്കം പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ഇനി വരാനുള്ളത്. ആക്സിസ് മൈൻഡിയ മാത്രമാണ്. മൈൻഡിയുടെ കണക്കുകൾ എനിക്ക് തോന്നുന്നത് വൈകും തോന്നുന്നു. കാരണം അവരുടെ യൂട്യൂബ് ചാനലാണ്, അവർക്ക് കുറെ സമയം ഉണ്ടല്ലോ. അവിടെ ചർച്ചകളിലേക്ക് പോവുകയാണ്, അവർ ചർച്ചകളിലേക്ക് കണക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ സൈസ് ഒക്കെ വെച്ചിട്ടാണ് അവർ അതിന്റെ വിവരങ്ങൾ പറയുകയാണ്. ഏറ്റവും കൂടുതൽ സാമ്പിളൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുവരുന്ന ഒരു ഏജൻസിയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 400 സീറ്റ് പ്രവചിച്ച് പൊളിഞ്ഞു പോയതിനെ തുടർന്നായിരിക്കും ഒരുപക്ഷെ ഇത്തവണ ഇന്ത്യ ടുഡേ സി വോട്ടറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. മൈൻഡ് ആക്സസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. യൂട്യൂബ് ചാനൽ താഴെ പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, പ്രദീപ് ഗുപ്ത വോട്ടെണ്ണൽ വരുമ്പോൾ കരയാനുള്ളതല്ലേ? അധികം പറയേണ്ടത് പറയുന്നുണ്ട്. പക്ഷെ പ്രദീപ് ഗുപ്ത ചിരിക്കുകയും പ്രദീപ് ഗുപ്ത സന്തോഷിക്കുകയും ഒരുപാട് കാലം ഉണ്ടായി. രാജ്ദീപ് സർദേശായും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾ അവിടുന്നാണ് നമ്മൾ ഈ മൈൻഡ് ആക്സസിന്റെ ഒരു ഫോളോവേഴ്സ് ആയി മാറുന്നത്. പലപ്പോഴും ഈ സഫോളജി എന്ന് പറയുന്നത് മൈൻഡ് ആക്സസ് വളരെ വിദഗ്ധമായി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡ് ആക്സസിന്റെ ഫോളോവേഴ്സ് ആയി മാറിയതാണ് അങ്ങനെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു, പല തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് അറിയില്ല. നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ ഒരിക്കലും എക്സിറ്റ് പോൾ ഈസ് നോട്ട് എക്സാക്ട് പോൾ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ചില ഫല സൂചനകൾ ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്നുള്ളത് സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. 45 മുതൽ ഏതാണ്ട് 60 സീറ്റുകൾ വരെ കോൺഗ്രസിനും 25 മുതൽ 35 വരെ സീറ്റുകൾ ബി ജെ പിക്കും കിട്ടാം എന്നുള്ളതാണ് ഹരിയാനയിലെ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിലാണെങ്കിൽ ജമ്മു മേഖലയിൽ ബി ജെ പിയും വാലി മേഖലയിൽ നാഷണൽ കോൺഗ്രസ് സഖ്യവുമാണ്. അവിടെ CPM-ന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ജയിക്കുമോ എന്നത് ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുൽഗാം മണ്ഡലത്തിൽ ഇത്തവണ അദ്ദേഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി അവിടെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷീദ് എഞ്ചിനീയർ ഒക്കെ പിന്തുണയ്ക്കുന്ന ആ ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണി പോലെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകളിൽ കടന്നു കയറാൻ ഉള്ള ശ്രമം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയകരമായി നടത്തിയതാണ്. ഒമർ അബ്ദുള്ള ഏതാണ്ട് 2.5 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ഒമർ അബ്ദുള്ളയെ അദ്ദേഹത്തിന്റെ ശക്തി ദുർഗത്തിൽ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ ആ മുന്നണി അവിടെ സജീവമാണ്. അപ്പോൾ അതാണ് തരിഗാമിക്ക് അവിടെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി. അതിനെ അതിജീവിച്ച് അദ്ദേഹം ജയിക്കുമോ എന്നറിയില്ല. PDP-യുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. PDP-ക്ക് ഏതാണ്ട് 20% വോട്ട് അവിടെ കിട്ടാം ആ മേഖലയിൽ എന്നുള്ളതാണ് കണക്കുകൾ. ജമ്മു കാശ്മീരിലെ ഓൾമോസ്റ്റ് എല്ലാ സർവേകളും വന്നു വരുമ്പോൾ അവിടെ പോൾ ഓഫ് ഫോൾസ് വരുന്നുണ്ട് താഴെ. ഹരിയാനയിലെ പോൾ ഓഫ് ഫോൾസ് വരുന്നത് 26 BJP 55 കോൺഗ്രസ് എന്നുള്ളതാണ്. അത് ജമ്മു കാശ്മീരിലേക്ക് എത്തുമ്പോൾ ജമ്മു കാശ്മീരിൽ മൊത്തം 90 സീറ്റിൽ BJP 27 സീറ്റ്, NC കോൺഗ്രസ് സഖ്യം 41 സീറ്റ്, PDP 7 സീറ്റ്, മറ്റുള്ളവർ 15. അതിൽ ജമാഅത്തെ ഇസ്ലാമി, റാഷിദ് എഞ്ചിനീയർ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഫാക്ടേഴ്സാണ്. ഹരിയാനയിൽ ഈ ഫോളോ ഓഫ് ഫോൾസ് BJP 26, കോൺഗ്രസ് 55, JJP 2, INLD 2, മറ്റുള്ളവർ 0 മുതൽ 4 സീറ്റ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. കശ്മീരിലെ കണക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ BJP ജമ്മു മേഖലയിൽ BJP സ്വാധീനമുണ്ടാക്കാൻ സ്വാധീനമുണ്ടാക്കുന്നു. അതേസമയം വാലി മേഖലയിൽ NC കോൺഗ്രസ് സഖ്യത്തിന് വ്യക്തമായ മേധാവിത്വം ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേക്കും ഒരുപക്ഷെ ഒന്നുകിൽ തൂക്ക് അല്ലെന്നുണ്ടെങ്കിൽ NC കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ BJP അധികാരത്തിലേക്ക് വരാം എന്നുള്ളത് മാത്രം. അതായത് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഹരിയാന ജമ്മു കാശ്മീർ രണ്ടും പ്രതിപക്ഷ സഖ്യത്തിന്, കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും ആത്മവിശ്വാസം നൽകുന്നതാണ്. BJPയെ സംബന്ധിച്ച് ഹരിയാന കൈവിടുമെന്നത് ഏറെക്കുറെ ഉറപ്പിച്ചത് തന്നെയാണ്. ജമ്മു മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമായിരിക്കും BJPക്ക് പ്രൊജക്ട് ചെയ്യാൻ കഴിയുക. ഇത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നതിൻ്റെയൊക്കെ അതിനെയൊക്കെ സ്വാധീനിക്കാൻ പോകുന്നത് കൂടിയാണ് ഹരിയാനയിലെയും കശ്മീരിലെയും ജമ്മു കാശ്മീരിലെയും റിസൾട്ട്.
അപ്പോൾ എന്തായാലും കൗണ്ടിംഗ് ഡേക്ക് കാത്തിരിക്കാം. അതാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ലോക്സഭയിൽ കണ്ടതാണ്. 400 പാർ എന്ന് പറയുന്ന പ്രദീപ് ഗുപ്തൊക്കെ പൊട്ടിക്കരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതൊരു യഥാർത്ഥ കണക്കല്ല. വോട്ടെണ്ണൽ ദിവസത്തിൽ കാത്തിരിക്കാം. എത്രത്തോളം ഈ പറഞ്ഞ കണക്കുകൾ ശരിയായി എന്ന് നമുക്ക് അന്നു കാണാം.